ദിവ്യേ ഫോൺ കരുതാ ദിവ്യേ. പെങ്ങളാ അമ്മേനെ നോക്കിട്ട് മതിയായിട്ടുണ്ടോ? സജിയേട്ട ഇങ്ങോട്ട് കൊണ്ടുവരാൻ സമ്മതിക്കണ്ട കേട്ടോ. 10 ദിവസം മനുഷ്യന് മര്യാദയ്ക്ക് സമാധാനത്തോടെ നിൽക്കാനും പറ്റില്ല. ആ സജിയെ, നാളെ ഞാൻ അമ്മേനെ കൊണ്ടാക്കൂ. എൻ്റെ മക്കളെയും കാര്യം നോക്കാൻ തന്നെ എനിക്ക് നേരം കിട്ടുന്നില്ല. ഒരു വായിക്കോട്ട് പോകാനും പറ്റുന്നില്ല മനുഷ്യന്. ശരി എന്നാ. അല്ല, അമ്മേന്റെ കാര്യത്തിൽ എന്താ ചെയ്യാൻ പോന്നേ? എത്രയാ? 100 റുപ്യ. നോക്ക് സജിയെ, അമ്മേനെ നോക്കാൻ എന്നെ കൊണ്ടിട്ട് പറ്റൂല. കുറച്ച് ദിവസമായാലും എന്റെ അടുത്ത് എത്തുന്നത്. ഒരു കാര്യം കഴിഞ്ഞ് ഒരു 1 വെച്ചോ. അമ്മയ്ക്ക് 3 മക്കളുള്ളല്ലേ, എന്റെ ഷെയർ ഞാൻ തരും. ഒന്ന് ഓളോട് വായിക്കോ. അയ്യടാ, ചേച്ചിക്ക് വെച്ചൂടെ 1 ഞങ്ങളെ പങ്ക് ഞാനും തരും. നിന്നോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ. ഞാൻ എന്റെ ആങ്ങളോടാ സംസാരിക്കുന്നത്. വേണ്ട, ആരും നോക്കണേ അമ്മേനെ. ഒന്നും തരുക വേണ്ട, ഞാൻ നോക്കണ്ട അമ്മേനെ. ചേച്ചിക്ക് ഓർമ്മയുണ്ടോ, പണ്ട് കുഞ്ഞായിരിക്കുമ്പോ നമ്മള് അമ്മേനെ അടുത്ത് കിടക്കാൻ വേണ്ടി അടികൂടുന്നു. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരെന്നെ തള്ളി മാറ്റി എന്റെ അമ്മയെന്ന് പറഞ്ഞിട്ട്. ഇപ്പൊ ആർക്കും അമ്മേനെ വേണ്ടല്ലേ? എങ്ങോട്ടാ? ഇതിനൊരു തീരുമാനമായിട്ട് പോയാ മതി. എന്റെ അമ്മയെ പറ്റി ഇനി ഒരക്ഷരം മിണ്ടരുത്. മരിച്ചു കഴിഞ്ഞ് ബലിതർപ്പണം ചെയ്യുന്നതിലും പുണ്യമാണ് ഇങ്ങനെ ചേർത്തു പിടിച്ച് ഇനിയുള്ള കാലങ്ങളിൽ സംരക്ഷിക്കുന്നത്.